മുകളിൽ കാണപ്പെടുന്ന രണ്ടക്ഷരങ്ങളുടെയും ഉച്ചാരണം ഏകദേശം ഒരുപോലെയാണ് എന്നിരുന്നാലും ചെറിയ മാറ്റമാണ് ഉള്ളത്. തൊണ്ടയുടെ 3 ഭാഗങ്ങളിൽ നിന്നായി 6 അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത്. അക്സൽ ഹൽക്ക്, വസ്തുൽ ഹൽക്ക്, അദ്നൽ ഹൽക്ക്. തൊണ്ടയുടെ അടിഭാഗത്ത് നിന്നും വരുന്നതാണ് ഹ. അതുപോലെ തന്നെ തൊണ്ടയുടെ നടുഭാഗത്തിൽ നിന്നും വരുന്നതാണ് ഹ. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും വല്ലഹ, അവിടെ ഹ ആണ്. അതായത് തൊണ്ടയുടെ നടുഭാഗത്തു നിന്നുമാണ് ഈ അക്ഷരം പുറപ്പെടേണ്ടത്. പലപ്പോഴും സംഭവിക്കാറുള്ളത് തൊണ്ടയുടെ അടിഭാഗത്തു നിന്നും വരുന്ന ഹ ആയിട്ടാണ് ഉച്ചരിക്കാറുള്ളത്. ഖുർആനിന്റെ അർത്ഥം തന്നെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. മറ്റൊരു ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. അവിടെ ഭൂരിഭാഗം ആളുകളും ഓതുന്നത് വൻഹർ എന്നാണ്. തൊണ്ടയുടെ അടിഭാഗത്ത് നിന്നും വരുന്ന വൻഹർ, അതായത് ഹ ആയിട്ടാണ് പലപ്പോഴും ഉച്ചരിക്കാറുള്ളത്. അപ്പോൾ നാം അത് ശ്രദ്ധിക്കാതെ പോകുന്നത് വളരെയധികം കുറ്റകരമായ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.